ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് ഗോ പൊളി. എന്റെ സ്വത്ത് കുട്ടികളെ, നമ്മുടെ ബൊറൂട്ടോയുടെ സപ്പോർട്ട് ഇപ്പൊ അനുദിനം കുറഞ്ഞു കുറഞ്ഞു വരാണ്. അതിന്റെ കാരണം അതെന്താണെങ്കിലും കൂട്ടുകാരെ ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക. എന്റെ ഈ ശബ്ദത്തിനും ശരീരത്തിനും ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബൊറൂട്ടോ ഇതിലും പവറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഷിക്കഡയാൻ ടീം അവരാണെങ്കിൽ സാറഡയെയും ബൊറൂട്ടോയെയും അങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഷിക്കട ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ഒരു കാരണവശാലും നിങ്ങളെ ഇവിടെ നിന്ന് എവിടേക്കും പോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. അതിന് ബൊറൂട്ടോ ടെൻഷനായിട്ട് പറയും, ഞങ്ങളുടെ ഫ്രണ്ടിനെയാണ് ഇപ്പൊ കാണാതായിരിക്കുന്നത്. ഞങ്ങളുടെ ടീംമേറ്റ് മീറ്റ്സുകെ, അവരെ കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. സോ അവനെ കണ്ടുപിടിക്കാതെ ഞങ്ങൾ എവിടേക്കും ഇല്ല. ഞങ്ങളുടെ വഴി തടയാൻ ശ്രമിക്കരുത്. ഞങ്ങൾക്കിപ്പോ പോയേ പറ്റൂ. അതിന് മോഹി പറയും, ഓൾറെഡി ലീഫ് വില്ലേജിൽ നിന്ന് ഒരു ടീം അവൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾ കുട്ടികളാണ്, അപകടത്തിൽ ചെന്ന് ചാടാൻ വളരെ എളുപ്പമാണ്. സോ ഗ്രാമത്തിന്റെ നിയമം അത് നിങ്ങൾക്കും ബാധകമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു റോക്ക് നിഞ്ചയായി മാറും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അവർ പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറാവാതെ ഇപ്പൊ മുൻപോട്ട് ഓടുകയാണ്. ഉടനെ ഇനോജിനും ഷിക്കടയും അവർ രണ്ടുപേരും ഇപ്പൊ ബൊറൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനോജിനും ഷിക്കടയും ചോച്ചോയും അവർ മൂന്ന് പേരും ചേർന്ന് ഇപ്പൊ ബൊറൂട്ടോയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മോഗിയും സാറഡയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അറഞ്ചം പൊറഞ്ചാട്ടി. സാറഡ ആണെങ്കിൽ ഓൾറെഡി ഇത് എക്സ്പെക്ട് ചെയ്തതാണ്. അവൾ അവളുടെ ശരീരം കണ്ണൊക്കെ വെച്ച് ഇപ്പൊ മാസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഉടനെ മോഗിച്ചിരിക്കും, നിന്റെ ശരീരം കണ്ണ് അത് സൂപ്പറാണ്, പക്ഷെ ഞാനൊരു ജൊനിയനാണ്, അത് നീ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ അങ്ങനെ പിടിച്ചു വലിച്ച് ലോക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ ഇനോജിൻ അവനാണെങ്കിൽ അവന്റെ പപ്പ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈഗർ ജിപ്സു അതുപയോഗിച്ച് ബൊറൂട്ടോയെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാറഡ അവളാണെങ്കിൽ അതൊക്കെ കണ്ട് പേടിച്ച് ദൂരേക്ക് ഓടും. ചോച്ചോ പാർഷ്യൽ എക്സ്പെൻസീവ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവളെ പിടിച്ചു വലിച്ച് അവളെയും ലോക്ക് ചെയ്യാണ്. ഇനോജിൻ ബൊറൂട്ടോട് പറയും, ഇതെനിക്ക് എന്റെ പപ്പ പഠിപ്പിച്ചു തന്നാണ്, ഇതിങ്ങനെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. എന്റെ മുൻപിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവൻ വാനിഷിംഗ് റെസണന്റ് പവർ അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇനോജിന് നേരെ വലിച്ചെറിയും. അത് തെറിച്ചു വന്ന് ഈനോജിന്റെ സ്ക്രോളിൽ വീണ് അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. ആ സീലിംഗ് ജിപ്സ് ബ്രേക്കായി ഇപ്പൊ ബൊറൂട്ടോ അവൻ ഉഷാറായിട്ട് ഓടും. സാറടയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര ആവേശമാവും. അവളും ഒരു പ്രത്യേക പവർ എടുത്ത് ചോച്ചോടെ കണ്ണിലേക്ക് എറിഞ്ഞ് അവളുടെ കൈവിട്ട് ഉഷാറായിട്ട് രണ്ടുപേരും ഇപ്പൊ ചാടി ഓടുകയാണ്. ഷിക്കട പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയും. അവരുടെ എല്ലാ മൂവും ഓൾറെഡി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. കട്ട് ചെയ്ത ഷിക്കമരു അവനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ടെമരി അവിടേക്ക് വന്ന് അവൻ ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കും. ഉടനെ ടെമരി ചോദിക്കും, നീ ടീം 10-നെയാണോ ബൊറൂട്ടോയെയും സാറഡയും പിടിക്കാനായിട്ട് അയച്ചിരിക്കുന്നത്? അതിനവൻ പറയും, അതെ, നമുക്കിപ്പോ വേറെ ഫോഴ്സ് ഒന്നുമില്ല. ബാക്കിയുള്ള ഷിനോബികളെ എല്ലാവരെയും മീറ്റ്സുകെ അന്വേഷിച്ച് പല ഭാഗത്തേക്ക് അയച്ചിരിക്കുകയാണ്. അത് കേട്ട് ഇപ്പൊ ടെമരിക്ക് ടെൻഷനാവും. യു ആർ അൺബിലീവബിൾ, അവർ ഓൾറെഡി ബൊറൂട്ടോയുടെ ഫ്രണ്ട്സ് അല്ലേ? അവരെ തന്നെ എന്തിനാ നീ ഈ മിഷന് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചത്? ഷിക്കമരുവിനാണെങ്കിൽ ഷിക്കഡ ടീമിന് വലിയ പ്രതീക്ഷയുണ്ട്. ആ വ്യാഹ്യ മിഷൻ അതിനുശേഷം എനിക്ക് ഷിക്കഡയിൽ നല്ല വിശ്വാസമുണ്ട്. അവനും ഞാൻ ചിന്തിക്കും പോലെ തന്നെയാണ് ചിന്തിക്കുക. പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ സേഫ് ആയിരിക്കും. ഉറപ്പായിട്ടും അവർ ബൊറൂട്ടോയെയും സാറഡയും കണ്ടുപിടിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഷിക്കഡ ടീം അവരാണെങ്കിൽ ആ കാട് മുഴുവൻ കയറിയിറങ്ങി നടക്കുകയാണ്. അപ്പൊ അവർ കാണും, അവിടെ എവിടേക്കോ ആയിട്ട് ബൊറൂട്ടോയുടെയും സാറഡയുടെയും കാൽപ്പാടുകൾ. ഉടനെ ഇനോജിൻ അവനൊരു പക്ഷിയെ ക്രിയേറ്റ് ചെയ്ത് ആ കാട് മുഴുവൻ ഉയർന്നു പറന്ന് അന്വേഷിക്കും. അവിടെ എവിടെയെങ്കിലും അവരുണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് അവർ ഒളിച്ചു നിൽക്കുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യും. ചോച്ചോയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അതിന് ഷിക്കട പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അവർ രണ്ടുപേരെയും കൊല്ലാനോ ഹേർട്ട് ചെയ്യാനോ ഒന്നും തന്നെ പോകുന്നില്ല. എങ്ങനെയെങ്കിലും അവരെ സേഫ് ആയിട്ട് തിരികെ ഗ്രാമത്തിൽ എത്തിക്കണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിന് തന്നെ അപകടമാണ്. സോ ഒരു കാരണവശാലും നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല. അതിന് ചോച്ചോ പറയും, എനിക്കറിയാം, നീ നിന്റെ മനസ്സ് അത് കല്ലാക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അത് കേട്ട് ഇപ്പൊ ഷിക്കട അവൻ തല താഴ്ത്തി നിൽക്കും. അതെ, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മീറ്റ്സുകയെയും അവരെ കണ്ടുപിടിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്.
മോഗി പറയും. ഉടനെ മോഗി അവരുടെ കൈപിടിച്ചു പറയും, നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി മെയ്റ്റ്സിയെ കണ്ടുപിടിക്കാൻ ഒരുപാട് പേര് ഇപ്പൊ പല ഭാഗങ്ങളിലേക്കും പോയി കഴിഞ്ഞു. ഉറപ്പായിട്ടും അവൻ തിരികെ വരും. ഷിക്കടയ്ക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ. ബൊറൂട്ടോയെ ഹെൽപ്പ് ചെയ്ത് മെയ്റ്റ്സിയെ കണ്ടുപിടിക്കാൻ അവനോടൊപ്പം ചേരണോ, അതോ മോഗി സെൻസായി പറയും പോലെ ചാറുടെയും ബൊറൂട്ടോയെയും അവർ രണ്ടുപേരെയും പിടിച്ച് തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ ആലോചിച്ച് അവനങ്ങനെ തലവേദനിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഇനോജിൻ അവൻ അവിടേക്ക് വന്ന് പറയാ, ഞാൻ അവരെ കണ്ടു. അവർ 2 സെറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സെറ്റ് അവരുടെ ക്ലൗണാണ്. ഷിക്കടയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബൊറൂട്ടോയുടെ മാസ്റ്റർ പ്ലാൻ ആണ് അതിന് പിന്നിലെന്ന്. ഷിക്കട പറയും, നമ്മളും ഇപ്പൊ 2 ടീമായി പിരിയണം. അതിനുശേഷം 2 ടീമിനെ ഫോളോ ചെയ്ത് അവരെ ക്യാച്ച് ചെയ്യണം. അടുത്ത സെക്കൻഡ് അവർ 2 ടീമായി 2 ഭാഗത്തേക്ക് പോവും. മോഗി സെൻസായി ആണെങ്കിൽ ആ ഷാഡോ ക്ലൗൺസിനെ അവരെ തല്ലി തകർക്കുകയാണ്. കറക്റ്റ് ടൈം ചോച്ചോ അവളാണെങ്കിൽ ഇപ്പൊ റിയൽ നറൂട്ടോയുടെയും സാരയുടെയും മുൻപിലേക്ക് എടുത്ത് ചാടി വരും. ചോച്ചോ പറയും, എന്റെ മുൻപിൽ വേറെ വഴിയില്ല ആരടാ, എനിക്കിപ്പോ നീയുമായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂ. ചോച്ചോയ്ക്ക് പിന്നാലെ ഇപ്പൊ ഷിക്കട, ഇനോജിൻ അവർ 3 പേരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവും അവരുടെ മുൻപിൽ വേറെ വഴിയില്ല എന്ന്. ബൊറൂട്ടോ അവന്റെ ക്ലൗൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഓടി വരികയാണ്. അടുത്ത സെക്കൻഡ് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് 2 ടീമും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ചോച്ചോയും ഷിക്കടയും അവർ 2 പേരും അവൻ ക്രിയേറ്റ് ചെയ്ത ക്ലൗൺസിനെ മുഴുവൻ തകർത്ത് കളയും. ബൊറൂട്ടോ അവൻ ഷിക്കടയ്ക്ക് നേരെ ഒരു പേപ്പർ ബോംബ് വലിച്ചെറിയും. പക്ഷെ ജസ്റ്റ് മിസ്സിന് ഷിക്കട അവിടുന്ന് രക്ഷപ്പെടും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഷിക്കടയെ അടിച്ചു തെറിപ്പിക്കാൻ അവന്റെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ അപ്പോഴേക്കും അവൻ ഫ്രീസായി പോവാണ്. ബൊറൂട്ടോ പതിയെ തിരിഞ്ഞു നോക്കും. അവന്റെ തൊട്ടു പിന്നിലാണ് യഥാർത്ഥ ഷിക്കട. അവന്റെ മുൻപിൽ നിൽക്കുന്നത് ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് വന്ന ഈനോജിനാണ്. മറ്റൊരു ഭാഗത്ത് ചോച്ചോ അവളാണെങ്കിൽ പാർഷ്യൽ എക്സ്പെൻസീവ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ സാറടയെ അവളുടെ കൈക്കുള്ളിലാക്കി കഴിഞ്ഞു. സാറട ചോച്ചോയുടെ കൈയൊക്കെ പിടിച്ചു വലിച്ച് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഷിക്കടയോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എന്നെ വിട്, എനിക്ക് എന്തായാലും മെയ്റ്റ്സിയെ കണ്ടുപിടിക്കാൻ പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ബഹളം വെക്കും. അപ്പോഴേക്കും അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു സ്നേക്ക് അത് താഴേക്ക് ചാടുകയാണ്. ഷിക്കടയാണ് അത് കണ്ട് ഷോക്കാവും. ഇത് മെയ്റ്റ്സിയുടെ സ്നേക്ക് അല്ലേ? അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഷിക്കമരു അവൻ ടെമരിയോട് പറയും, എന്തോ ഒരു ക്ലൂ സാറയ്ക്കും ബൊറൂട്ടോയ്ക്കും കിട്ടിയിട്ടുണ്ട്. അവരത് നോക്കിയാണ് മെയ്റ്റ്സിയെ അന്വേഷിച്ച് പോയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഷിക്കട അവൻ വിവേകപൂർവ്വം മാത്രമേ പ്രവർത്തിക്കൂ. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചിന്തിക്കോ അതേ കാര്യം തന്നെയായിരിക്കും അവനും ചിന്തിക്കുക. കട്ട് ചെയ്ത ഷിക്കട അവൻ ഷോക്കായിട്ട് ബൊറൂട്ടോട് ചോദിക്കും, ഇത് മെയ്റ്റ്സിയുടെ പാമ്പല്ലേ, ഇതിനെ നിനക്ക് എവിടുന്ന് കിട്ടി? അപ്പോഴായിരിക്കും ബൊറൂട്ടോ പറയാ, ഇതിനെ എനിക്ക് ഗ്രാമത്തിന്റെ പുറത്തുനിന്ന് കിട്ടിയതാണ്. ഇതിന് ചില കാര്യങ്ങൾ അറിയാം, അതെങ്ങനെയെങ്കിലും ഡീകോഡ് ചെയ്ത് എനിക്കും സാറടയ്ക്കും ഞങ്ങൾക്ക് 2 പേർക്കും മെയ്റ്റ്സിയുടെ അടുത്തേക്ക് എത്താൻ കഴിയും. നമുക്ക് ആർക്കും അറിയാത്ത എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മെയ്റ്റ്സിയെ തള്ളി പറയില്ല. അവൻ എന്താണ് പറയാനായി ബാക്കി വെച്ചതെന്ന് അതെന്ത് വില കൊടുത്തും എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഈ പാമ്പുമായിട്ട് ഞാൻ അവനെ തേടി ഇറങ്ങി തിരിച്ചത്. ഉടനെ ഷിക്കട അവനാണെങ്കിൽ ഇപ്പൊ ആ ഷാഡോ ജിപ്സു അത് ബ്രേക്ക് ചെയ്യും. അതിനുശേഷം അവൻ ബൊറൂട്ടോട് പറയും, ഇവിടെ മുതൽ ഞാനും നിന്റെ കൂടെ തന്നെ ഈ ഒരു മിഷൻ ഉണ്ടാവും. അത് കേട്ട് ബാക്കിയുള്ള എല്ലാവരും അവരൊരു സെക്കൻഡ് ഫ്രീസായി പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മോഗി മാസ്റ്റർ ആളാണെങ്കിൽ ഷിക്കടയും ടീമിനെയും തേടി ഓടി വരുമ്പോഴായിരിക്കും സാക്ഷാൽ സുഗട്സു അവനിപ്പോ അവളുടെ മുൻപിലേക്ക് വരിക. അടുത്ത നിമിഷം അവർ 2 പേരും പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. കട്ട് ചെയ്ത ഇവിടെ ഇനോജിൻ അവൻ ടെൻഷനായിട്ട് ചോദിക്കും, ഷിക്കട നീ എന്തായി പറയണേ? നമ്മൾ ഇവരെ തിരികെ കൊണ്ടുപോകാനല്ലേ ഇവിടേക്ക് വന്നേ? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നമ്മൾ ശരിക്കും ഒരുപാട് ആലോചിക്കണം. അതിന് ഷിക്കട പറയും, കൂടുതലായിട്ട് ആലോചിക്കാൻ ഒന്നുമില്ല, ഇതിൽ എന്തൊക്കെയോ സസ്പെൻസ് ഉണ്ട്, അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. മെയ്റ്റ്സിക്ക് വേണമെങ്കിൽ ഗ്രാമം വിട്ട് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വരാമായിരുന്നു. പക്ഷെ അവിടെയുള്ള ഗാർഡ്സിനെ അവൻ അറ്റാക്ക് ചെയ്തു. അതിന്റെ കാരണം അതെന്താണെന്നാണ് എനിക്ക് അറിയാത്തത്. സോ ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ മെയ്റ്റ്സിയെ അവനെ കണ്ടുപിടിക്കണം. മെയ്റ്റ്സിക്ക് ഒരിക്കലും ലീഫ് വില്ലേജിനെയും നമ്മളെയും ചതിക്കാനായിരുന്നുവെങ്കിൽ ഒരിക്കലും ഹെഡ് ബാൻഡും ആ പാമ്പിനെയും അവിടെ ഉപേക്ഷിച്ച് പോവില്ലായിരുന്നു. സോ നമുക്കറിയാത്ത എന്തൊക്കെയോ അവന് പിന്നിലുണ്ട്. അതെന്താണെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ അറിയണം. ഷിക്കട ചോച്ചോട് പറയും, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ മോഗി സെൻസായെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൂട്ടിക്കൊണ്ടു പോകണം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് മെയ്റ്റ്സിയായിട്ട് തിരികെ എത്താം. അതിന് ചോച്ചോ പറയും, ഞാനും നിങ്ങളുടെ കൂടെ തന്നെ വരികയാണ്, എനിക്ക് സാറടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. സോ ഈനോജിൻ നീ ഈ കാര്യങ്ങളെല്ലാം തന്നെ
മോഗി മാസ്റ്റർ അറിയിക്കണം. കട്ട് ചെയ്ത ഇവിടെ സുഗട്സുവും മോഗിയും അവർ രണ്ടുപേരും പരസ്പരം വാട്ടർ ചിപ്സും ഒക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാണ്. മോഗിക്ക് അപ്പോഴായിരിക്കും ഇപ്പൊ ഷിക്കയുടെ ടീമിനെ കുറിച്ച് ഓർമ്മ വരിക. അവള് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് പോവും. അപ്പൊ അവളുടെ തൊട്ട് മുൻപില് ഒരു ലെറ്റർ കാണും. അത് അവളെടുത്ത് വായിച്ചു നോക്കും. അതിലവർ 3 പേരും ബൊറൂട്ടോയുടെ കൂടെ പോകുന്നു എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. മോഗി അവള് നോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഷിക്കയുടെ ടീമും ബൊറൂട്ടോ ടീമും അവർ 2 ടീമും ഇപ്പൊ ഒരുമിച്ച് അങ്ങനെ നടന്നു പോവാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടില് സുഗട്സു അവൻ നമ്മുടെ ആൾക്കാരെ അങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.